രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരികയാണ് സംഘപരിവാർ ശക്തികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട സമയമാണിത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നില്ല. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡർ പരിപാടിയിലാണ് പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രി വിമർശിച്ചത്. ദേശീയ നേതാവെന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നില്ല. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. കേന്ദ്ര ഏജൻസികളെയും RSSനെയും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി കരുതണം. കേരളത്തിന് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാകില്ല. കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം ജയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത്. BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെപ്പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ഫോടനവുമായി ബന്ധമുള്ളവരെയാണ്. പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് താൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു MV ഗോവിന്ദന്റെ വാദം. ഞാൻ ആ കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യുക. അല്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇപ്പം എൻ്റെ ശ്രദ്ധയിലില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ലെന്നായിരുന്നു മറുപടി. ഇന്ത്യ എന്ന മുന്നണി ഇല്ലെന്നും അതൊരു സംവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, കണ്ണൂർ.